ബജറ്റിന്മേലുള്ള ചർച്ചയിലാണ് നിയമസഭയിൽ ആദ്യമായി പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ സംസാരിക്കുന്നത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം ഞങ്ങളെ വിവേചനപരമായി നേരിടുന്നു എന്നുള്ളത്. ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. പക്ഷെ സാർ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? പ്രതിപക്ഷ MLA-മാരോടുള്ള നയം എന്താണ്? പ്രതിപക്ഷ MLA-മാർക്ക് എന്താണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്? എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഭരണപക്ഷ MLA-മാർക്ക് കൊടുക്കുന്നതിന്റെ പകുതി ഫണ്ട് പോലും പ്രതിപക്ഷ MLA-മാർക്ക് നൽകിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതങ്ങനെ വിടാൻ പറ്റും? സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം തുറമുഖം, ആ ലിസ്റ്റ് നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതല്ലാതെ എന്തുണ്ട് ഈ സർക്കാർ പറയാൻ സാധിക്കുന്നത്? ഈ പദ്ധതികളെല്ലാം UDF ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത പദ്ധതികളല്ലേ സാർ? UDF ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത പദ്ധതികളല്ലേ സാർ? കമന്റ് വേണ്ട കേട്ടോ, നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് തുടങ്ങി അതുപോലെ തന്നെ പൂർത്തിയാക്കിയ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതി ഉണ്ടോ നിങ്ങൾക്ക് പറയുവാൻ? 8 വർഷക്കാലം ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം. നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കോഴിക്കോട്ടെയും ലൈറ്റ് മെട്രോ. എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? എല്ലാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴും സ്റ്റണ്ടുമായി വരും. എന്താ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അന്നും പറഞ്ഞു തിരുവനന്തപുരത്ത് മെട്രോ നടപ്പാക്കും. ആരും വില തരില്ല. കോഴിക്കോട് നടപ്പാക്കുമെന്ന് പറഞ്ഞു, 4 വർഷം കഴിഞ്ഞു, ഇല്ല. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? അടുത്ത ഇലക്ഷൻ വന്നിരിക്കുക. അടുത്ത ഇലക്ഷൻ ആയപ്പോൾ പറയുന്നു ഞങ്ങൾ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും മെട്രോ നടപ്പാക്കും. യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ സാർ? അങ്ങനെ പറയരുത്. ഇവരിത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആത്മഹത്യകൾ സാർ, കാർഷിക രംഗത്ത് നോക്കുമ്പോൾ ഈ കർഷക ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2023 9 കർഷകരാണ് ആത്മഹത്യ എന്ന് കണക്കുകൾ. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. 2024 2 പേർ. ഇത് കാർഷിക രംഗത്തെ നിങ്ങൾ അവഗണിക്കുന്നതുകൊണ്ടല്ലേ? എന്റെ പറച്ചിനിക്കട മുത്തപ്പ എന്നെ എടുത്തിട്ട് പരീക്ഷിക്കുകയാണോ? മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? നവകേരള സദസ് നടത്തി, ഒത്തിരി പേരുടെ വാക്കുകൾ കേട്ടു. പക്ഷേ ഒരു കർഷകന്റെ എങ്കിലും വാക്ക് കേൾക്കുവാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. മോനെ സാറി ചോദിച്ചു ഉത്തരം കൊടുക്ക്. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ ചന്ദ്ര ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.